നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നമ്മൾ കുറച്ചു ദിവസം ആയില്ലേ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട്? നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്താലോ? സയൻസ് ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഫിസിക്സ് ആണ്. നമ്മൾ കെമിസ്ട്രി ചെയ്തു, ബയോളജി ചെയ്തു, ഇനി ഫിസിക്സ് ഒന്ന് നോക്കിയാലോ? അപ്പോൾ പേനയും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ മാർക്ക് മസ്റ്റ് ആയിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മാർക്ക് കമന്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ നിലവാരം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് പരീക്ഷയുടെ ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വേണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാം എന്നൊക്കെ എനിക്ക് തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ താഴെ ഒന്ന് മാർക്ക് കമന്റ് ചെയ്തിരിക്കുക. പിന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സെറ്റ് അല്ലേ? ആദ്യത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. പ്ലാസ്മ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റും കൂടെ പറഞ്ഞു തരട്ടെ. പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ? 4ാമത്തെ അവസ്ഥ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. അതായത് 99% ദ്രവ്യവും ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. മിന്നലിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥ. കിട്ടിയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പെരിസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രതിഭാസം ഏതാണ്? അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപതനം, പ്രതിപതനം, വിസരണം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. പൂർണ്ണാന്തര പ്രതിപതനമാണ്. പൂർണ്ണാന്തരിക പ്രതിപതനം അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണിത്. എന്താണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് പൂർണ്ണാന്തരിക പ്രതിപതനം. ഓക്കെ, PSC ചോദിക്കുന്ന ചോദ്യമാണ്, ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയം നടക്കാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. ഈ ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് ആരാണ്? നരീന്ദർ സിംഗ് കപാനി. നരീന്ദർ സിംഗ് കപാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജലത്തിന്റെ അപവർത്തനാങ്കം എത്രയാണ്? ജലത്തിന്റെ അപവർത്തനാങ്കം 1 ആണോ, 1.5 ആണോ, 1.33 ആണോ, 2.4 ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1.33. ധ്രുവപ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം എത്ര? 9.83, 9.78, 9.5, 10. ഏതാണ് ഉത്തരം? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. അപ്രോക്സിമേറ്റ് വാല്യൂ 9.8 ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്വാണ്ടം ഫീൽഡ് തിയറി ദ വൈ, വാട്ട് ആൻഡ് ഹൗ എന്ന പുസ്തകം രചിച്ചത് ആര്? ഐസക് ന്യൂട്ടൺ, താണു പത്മനാഭൻ, CV രാമൻ, സത്യേന്ദ്രനാഥ ബോസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, താണു പത്മനാഭൻ രചിച്ച പുസ്തകമാണ് ക്വാണ്ടം ഫീൽഡ് തിയറി ദ വൈ, വാട്ട് ആൻഡ് ഹൗ. ചിത്രത്തിലെ വ്യക്തിയാണ് താണു പത്മനാഭൻ. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം എന്ത്? ബെർണോളി സിദ്ധാന്തം, പാസ്കൽ നിയമം, ആർക്കിമിഡീസ് തത്വം, ഹുക്ക് നിയമം. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. അടുത്ത ചോദ്യം നോക്കാം. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? 97.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 97 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് ആക്കാൻ ഉള്ള ഇക്വേഷൻ എന്താ? F is equal to C into 9/5
പ്ലസ് 32. F is equal to C into 9/5 plus 32 ആണ് സെൽഷ്യസിനെ ഫാരൻഹീറ്റ് സ്കെയിലാക്കാനുള്ള ഫോർമുല. സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? K is equal to C plus 273.15 ആണ്. ഇനി കെൽവിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ വേണ്ടിയിട്ട് ആ ഇക്വേഷൻ തന്നെ C എടുത്താൽ മതി. C equal to K minus 273.15. അപ്പോൾ ഫാരൻഹീറ്റിനെ തിരിച്ച് സെൽഷ്യസിലേക്ക് ആക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ അറേഞ്ച് ചെയ്താൽ മതി. F minus 32 plus 32 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? -32. F minus 32. ഇനി ഇവിടെ 9 മൾട്ടിപ്ലൈ ചെയ്തേക്കും അല്ലേ, ഇവിടെ വരുമ്പോൾ ഡിവിഷൻ വരുവേ. അപ്പോൾ 5 ഡിവൈഡ് ചെയ്തേക്കുന്നു, ഇവിടെ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പൊ മൊത്തത്തിൽ എങ്ങനെ വരും? F minus 32 into 5/9 ആണ് ഉത്തരം. അടുത്ത ചോദ്യം, പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണ്? 30 ഡിഗ്രി ആണോ, 45 ഡിഗ്രി ആണോ, 60 ഡിഗ്രി ആണോ, 90 ഡിഗ്രി ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 45 ഡിഗ്രിയിലാണ് പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ സ്ഥാപിതമായ വർഷം ഏതാ? 1960, 1962, 1965, 1969. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1962 ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായത്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ ഐസക് ന്യൂട്ടൺ, ലിയോൺ ഫുക്കാൾട്ട്, തോമസ് യങ്, ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ ആണ്. കുറെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് നോക്കിയാലോ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ഐസക് ന്യൂട്ടൺ ആണ്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, അതാണ് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം. ഇനി പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ക്രിസ്റ്റ്യൻ ഹൈജൻസ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണെങ്കിൽ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ മാക്സ്വെൽ ആണ്. മാക്സ്വെൽ. ഇനി 2 പോയിന്റ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ്. ഇനി തോമസ് യങ്ങിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് 3 എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് യങ്. ലിയോൺ ഫുക്കാൾട്ട് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് കണ്ടെത്തി. ഇനി പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് ആരാണ്? റോമർ ആണ്. റോമർ. പ്രകാശത്തെക്കാൾ വേഗതയുള്ള കണങ്ങളായ ടാക്കിയോണുകളെ കണ്ടെത്തിയത് ആരാണ്? ECG സുദർശൻ ആണ്. അടുത്ത ചോദ്യം, വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം എത്ര? 330 മീറ്റർ പെർ സെക്കൻഡ്, 338 മീറ്റർ പെർ സെക്കൻഡ്, 340 മീറ്റർ പെർ സെക്കൻഡ്, 350 മീറ്റർ പെർ സെക്കൻഡ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഓപ്ഷൻ സി 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമെന്ത്? കേശികത്വമാണോ, വിസ്കസ് ബലമാണോ, പ്രതല ബലമാണോ, കൊഹിഷൻ ബലമാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു, കൂടുന്നു, മാറ്റമില്ല, ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്. കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ml² t⁻², mlt², mlt⁻², ml²t. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ml² t⁻² ആണ്. ഇതെങ്ങനെ കിട്ടുന്നത്? വർക്ക് W is equal to F into S അല്ലേ? ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിനെ നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതിക്കൂടെ? F is equal to ma. അപ്പോൾ എഫിന് പകരം ഞാൻ ma എന്ന് കൊടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റിന്റെ S ഉണ്ട്. ഇനി m ഇൻറ്റു ആക്സിലറേഷനെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ എന്ന് എഴുതാം. ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ t² എന്ന് എഴുതാം. ഇനി ഇവിടെ ബാക്കി എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് S. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ t² ഡിവൈഡഡ് ബൈ t² മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ t⁻² എന്ന് വരും. ഓക്കെ, അപ്പോ മാസിന് പകരം ക്യാപിറ്റൽ M കൊടുത്തു.
രണ്ട് ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി, അഥവാ ലെങ്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എൽ ആണ് ഉപയോഗിക്കുന്നത്. എൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓക്കെ. ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ക്യാപിറ്റൽ ടി സ്ക്വയർ ആണോ -2 ആണോ? -2 അല്ലേ, ഡിവിഷൻ മോഡിലേക്ക് പോകുമ്പോൾ -2 എന്ന് വരും. -2 അങ്ങനെയാണ് കിട്ടുന്നത്. ml² t⁻². അടുത്ത ചോദ്യം നോക്കാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? ചാലനമാണോ, സംവഹനമാണോ, വികിരണമാണോ, സുചാലനമാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, സംവഹനമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ വിളിക്കുന്ന പേരെന്താ? ഭ്രമണം, ചലനം, ബലം, കമ്പനം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി, കമ്പനമാണ്. വൈബ്രേഷൻ ആണ് ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? സ്വർണമാണോ, ഹീലിയമാണോ, ഹൈഡ്രജൻ ആണോ, വെള്ളിയാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, ഹൈഡ്രജൻ ആണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ഉള്ളത്. ഭൂമിയുടെ പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 2.38 km/s ആണോ, 10 km/s ആണോ, 11.2 km/s ആണോ, 9.8 km/s ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 11.2 km/s ആണ് ഭൂമിയുടെ പലായന പ്രവേഗം. അടുത്ത ചോദ്യം. ജലവൈദ്യുത നിലയത്തിലെ റിസർവോയറിലെ ജലത്തിന്റെ ഊർജം എന്ത്? സ്ഥിതികോർജം, ഗതികോർജം, യാന്ത്രികോർജം, പ്രകാശോർജം? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, സ്ഥിതികോർജമാണ്. പൊട്ടൻഷ്യൽ എനർജിയാണ് ജലവൈദ്യുത നിലയത്തിലെ റിസർവോയറിലെ ജലത്തിന്റെ ഊർജ്ജം എന്താ? സ്ഥിതികോർജം. താഴേക്ക് വരുമ്പോ അത് ഗതികോർജമാകും. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? പാക്കുവെട്ടി, ചവണ, നാരങ്ങാഞ്ഞിക്കി, കത്രിക. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കത്രികയാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം എന്താണ്? പ്രകീർണനം, വിസരണം, ഡിഫ്രാക്ഷൻ, അപവർത്തനം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം വിസരണമാണ്. വിസരണം അഥവാ സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗ് അല്ലെങ്കിൽ സ്കാറ്ററിംഗ് മൂലമുണ്ടാവുന്ന കുറച്ച് പ്രതിഭാസങ്ങളാണ്. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം വിസരണമാണ്. കടലിന്റെ നീല നിറത്തിന് കാരണം വിസരണമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണവും വിസരണമാണ്. ഈ കടലിന്റെ നീല നിറത്തിന്റെ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലിയാണ്. അടുത്ത ചോദ്യം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺവെക്സ്, കോൺകേവ്, സമതല ദർപ്പണം? ഇവയൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്നത്. ജലത്തിന്റെ സാന്ദ്രത ഡെൻസിറ്റി എത്രയാണ്? 1400, 1000, 1500, 100. ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ ബി ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അടുത്ത ചോദ്യം. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം? P = 1/f, P = f, P = f/2, P = 2f. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്. P = 1/f ആണ് ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള സമവാക്യം. അടുത്ത ചോദ്യം. 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? 8.9, 9.5, 9.8, 7.8. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 9.8 ന്യൂട്ടൺ ആണ് 1 കിലോഗ്രാം വെയിറ്റ് എന്നാൽ. അവസാനത്തെ ചോദ്യം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണ്? അഡ്ഹഷൻ ബലം, കൊഹിഷൻ ബലം, വിസ്കസ് ബലം, ഘർഷണ ബലം? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൊഹിഷൻ ബലമാണ് ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യാമോ? മിക്കവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, കാരണം അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പൊ തുടർന്നും ഇതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഇട്ടുതരാം. വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്താൽ മതിയേ. അപ്പൊ ഫുൾ മാർക്ക് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് തെറ്റിപ്പോയത് ആ ഏരിയ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ച് റിവിഷൻ അടിച്ചോളാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവരെയും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് പറയാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.
താങ്ക് യു.